വീരഭദ്രജനനം. സതീദേവി അഗ്നിപ്രവേശനം ചെയ്ത വിവരം അറിഞ്ഞ പരമശിവൻ അത്യധികം ദുഃഖിതനും കുപിതനുമായി തീർന്നു. സ്നേഹബഹുമാനങ്ങളാൽ തന്നെ ആദരിക്കുകയും പരിചരിക്കുകയും ചെയ്തിരുന്ന പ്രിയപത്നിയെ താൻ ബോധപൂർവം മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നില്ലേ? പിതാവിൻ്റെ ഭർസലനങ്ങളിൽ ദുഃഖിച്ച അവളെ സ്വാന്തനിപ്പിക്കുന്നതിനു പകരം പരിത്യജിച്ചത് ശരിയായില്ല. പരമശിവൻ പശ്ചാത്താപ വിവശനായി തീർന്നു. കുറ്റബോധവും ഭാര്യ വിരഹത്തിലുള്ള വേദനയും പരമശിവനെ തീർത്തും പരവശനാക്കി. അദ്ദേഹം സംഹാരരുദ്രനെ പോലെ ദക്ഷന്റെ യാഗസ്ഥലത്തേക്ക് പാഞ്ഞു. കയ്യിൽ ശൂലവും കപാലവുമേന്തി പ്രചണ്ഡ മാരുതനെ പോലെ വന്നടുക്കുന്ന ശിവശങ്കരനെ കണ്ട് യാഗഭൂമിയിലുള്ളവർ ഭയവിഹുലരായി തീർന്നു. ബ്രഹ്മ മഹാവിഷ്ണു ദേവന്മാർ അടുത്തുവരുന്ന ആപത്തിൽ ഉത്കണ്ഠാകുലരായി മാറി. ദക്ഷൻ പരിഭ്രാന്തനായി മഹാവിഷ്ണുവിനെ സവിധത്തിലേക്ക് പാഞ്ഞ് അവിടെ ചെന്ന് അഭയം പ്രാപിച്ചു. പ്രജാപതി, സംഹാരമൂർത്തിയായി തീർന്ന പരമശിവനെ തടയുവാൻ ത്രിലോകങ്ങളിലും ആർക്കും കഴിയില്ല. സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ കൂടിയും നിസ്സഹായനാണ്. മഹാവിഷ്ണു തൻ്റെ നിസ്സഹായത പ്രകടിപ്പിച്ചു. ഈ ഘട്ടത്തിൽ പരമശിവൻ യാഗഭൂമിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. വർദ്ധിച്ച കോപത്തോടെ അദ്ദേഹം ദക്ഷന് നേരെ അലറിയെടുത്തു. ദുഷ്ടനായ പ്രജാപതി, നീ എൻ്റെ പ്രിയപത്നിയെ മരണത്തിലേക്ക് തള്ളിവിട്ടു. അല്പനായ നിന്റെ പ്രതാപവും നീചമായ പ്രതികാരബുദ്ധിയും എൻ്റെ പത്നിയെ എനിക്ക് നഷ്ടപ്പെടുത്തി. ഇനി നീ ഈ പ്രപഞ്ചത്തിൽ വസിക്കാൻ യോഗ്യനല്ല. അനന്തരം പരമശിവൻ ഒരു ഹുങ്കാര ശബ്ദം പുറപ്പെടുവിച്ചു. ദിക്കുകൾ നെടുക്കുന്ന ആ ശബ്ദത്തോടൊപ്പം പരമശിവന്റെ വായിൽ നിന്നും ഒരു രൗദ്രമൂർത്തിയും പുറത്തു വന്നു. ചെമ്പിച്ച തലമുടിയും കനലുകൾ എരിയുന്ന മിഴികളുമായി വന്ന അവനെ കൗതുകത്തോടെ ദേവകൾ പോലും ഭയന്നു വിറച്ചുപോയി നോക്കി നിന്നു. അവൻ പരമശിവന്റെ പാദങ്ങളിൽ നമസ്കരിച്ച് അപേക്ഷിച്ചു. ദേവാ, ആജ്ഞാപിച്ചാലും എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഹേ മൂർത്തേ, നിന്നെ ഞാൻ വീരഭദ്രനെന്ന് നാമകരണം ചെയ്യുന്നു. അഹങ്കാരിയായ ഈ ദക്ഷന്റെ യാഗം മുടക്കി അവന്റെ എല്ലാ ഗർവും നീ അവസാനിപ്പിക്കുക. പരമശിവൻ കൽപ്പിച്ചു. അങ്ങയുടെ ആജ്ഞ പോലെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വീരഭദ്രൻ യാഗകുണ്ഡത്തിന് നേരെ പാഞ്ഞു. അടുത്തത് ഭദ്രകാളിയുടെ ജനനമാണ്. തുടരും.